ഹായ് ഡീസ്, എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആവശ്യമുള്ളവർക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണത്. അതുകൊണ്ട് തന്നെ ആദ്യമേ പറയുന്നു, താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാമെന്നുള്ളത്. നമ്മളൊരു പ്രണയബന്ധത്തിൽ ചെന്ന് ചാടി, അവിടെ എല്ലാം സംഭവിച്ചു. അതിനുശേഷം എന്തോ ചില സാഹചര്യങ്ങളാൽ നമ്മൾക്ക് ആ വ്യക്തിയെ വേണ്ട, ആ വ്യക്തിയെയും വേണ്ട, ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെയും വേണ്ട. കാരണം അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ പ്രക്ഷുബ്ധമാക്കുന്നു, നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു, സ്ട്രെസ്സിലേക്ക് പോകുന്നു, നമ്മളെ ഫ്ലോപ്പാക്കുന്നു, നമ്മളെ മൂഡ് ഔട്ട് ആക്കുന്നു, നമ്മുടെ ലൈഫിനെ സ്പോയിൽഡ് ചെയ്യുന്നു. നമ്മൾക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ട. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, അയാളോട് ഓപ്പണായി പറയുക, ഞാൻ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോരണം എന്ന് ഫസ്റ്റ് വൺ അയാളോട് ഓപ്പണായി പറയുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് അയാളെ എന്നിട്ടും മറക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുന്നു, സ്ട്രെസ്സിലേക്ക് പോകുന്നു, പക്ഷേ റിലേഷൻഷിപ്പ് വേണ്ട. അങ്ങനെയുള്ള സമയത്ത് രണ്ടാമത് ചെയ്യേണ്ടത് പ്രോജക്റ്റ് മെത്തേഡ് എന്നൊരു മെത്തേഡാണ്. ഇതെങ്ങനെയാണ് ചെയ്യണേ? അതായത് ഒരു നോട്ട് പുസ്തകത്തിലോ, നോട്ട് പുസ്തകം വേണ്ട, ഒരു കഷ്ണം പേപ്പറിൽ നിങ്ങളും അയാളും തമ്മിൽ കണ്ടുമുട്ടിയ നാൾ തൊട്ടുള്ള സംഭവങ്ങൾ ഒരു തിരക്കഥ പോലെ എഴുതുക. എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചതിന് ശേഷം താഴെ എഴുതുക, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇതെനിക്കൊരു ബർഡനാണ്, ഇതെനിക്ക് വേണ്ട, ഇത് ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്, മനസ്സാലെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് എഴുതുക, ഇതിൽ നിന്നും എന്നെ രക്ഷിച്ച് തരണമേ യൂണിവേഴ്സ് എന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി എഴുതി കൺക്ലൂഷൻ ചെയ്യുക. അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഈ പേപ്പർ ഒരു ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് പ്രോജക്റ്റ് മെത്തേഡ്. അതായത് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അത് കത്തിച്ച് കളയുമ്പോൾ അത് പൂർണ്ണമായി. അപ്പോൾ നിങ്ങളത് അന്തരീക്ഷത്തിൽ നിങ്ങളതിനെ കൈ പിടിച്ച് കത്തിച്ചുകൊണ്ടിരിക്കും, അത് കത്തി ഇങ്ങനെ പുകയായിട്ട്, അത് അഗ്നി വന്നു, തീ വന്നു, പിന്നെ അത് പുകയായിട്ട് അന്തരീക്ഷത്തിൽ ലയിച്ച് ചേരുമ്പോൾ ഈ റിലേഷൻഷിപ്പ് നശിച്ചു പോകുന്നതായും, ഭൂമിയിൽ നിന്ന് നമ്മൾക്കുള്ളത് നമ്മളുടെ മനസ്സിൽ നിന്നും അത് നശിച്ചു പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പുകപടലങ്ങൾ അഗ്നിയാളുമ്പോൾ, പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ ലയിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പും പോയി കഴിഞ്ഞു എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അഫർമേഷനാണ്. എങ്ങനെ അഫർമേഷൻ ചെയ്യാം? അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എനിക്ക് ആവശ്യമില്ലാത്ത എൻ്റെ ബന്ധത്തിൽ നിന്നും തിരികെ പോരാൻ കഴിഞ്ഞതിൽ നന്ദി യൂണിവേഴ്സ്, നന്ദി യൂണിവേഴ്സ്, നന്ദി യൂണിവേഴ്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻ ഇങ്ങനെ എഴുതാം, ഞാൻ എൻ്റെ പ്രണയബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, എന്നെ അതിനു വേണ്ടിയിട്ട് മാനസികമായിട്ട് സപ്പോർട്ട് തന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി, നന്ദി, നന്ദി എന്ന് എഴുതാം. അല്ലെങ്കിൽ എൻ്റെ പ്രണയബന്ധം എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ്, അതിൽ നിന്നും എന്നെ രക്ഷിച്ചെടുത്തതിന് നന്ദി യൂണിവേഴ്സ് എന്ന് എഴുതുക. ഏത് അഫർമേഷൻ നിങ്ങൾ എഴുതുന്നു, എന്നാൽ 21 ടൈംസ് എഴുതുക, 28 ടൈംസ് എഴുതുക, അല്ലെങ്കിൽ 11 ടൈംസ് എഴുതുക. ഈ അഫർമേഷൻ 28 പ്രാവശ്യം വെച്ചാണെങ്കിൽ 28 ദിവസം എഴുതണം, 11 പ്രാവശ്യം വെച്ചാണെങ്കിൽ 11 ദിവസം എഴുതണം, 9 പ്രാവശ്യം വെച്ചാണെങ്കിൽ 9 ദിവസം എഴുതണം, 21 പ്രാവശ്യം വെച്ചാണെങ്കിൽ 21 ദിവസം എഴുതുക എന്നുള്ളതാണ്. ഇനി മൂന്ന് ടെക്നിക്ക് ഇപ്പോൾ പറഞ്ഞു വന്നു. ഇനി നാലാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെത്തേഡാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങൾ പ്രണയിച്ച വ്യക്തിയെ പറ്റി, അവരുടെ ഫാമിലിയെ പറ്റി, അവരുടെ സിറ്റുവേഷനെ പറ്റി ഓർക്കുന്നു, അപ്പോഴെല്ലാം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവരെ കാണുക എന്നുള്ളതാണ്. ഒരിക്കലും കളർഫുള്ളായിട്ട് കാണരുത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ അവരുടെ ഡ്രസ്സാണെങ്കിൽ വൈറ്റ് ഡ്രസ്സാകാം, കറുത്ത ഷർട്ടാകാം, മുണ്ട് ബ്ലാക്ക് ആകാം, വൈറ്റ് ആകാം, അവരുടെ ഫാമിലിയിലുള്ളവരെയും അവരുടെ ആ സറൗണ്ടിങ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുക എന്നുള്ളതാണ് അടുത്ത ടെക്നിക്ക്. ഇനി നെക്സ്റ്റ് ടെക്നിക്ക്, അടുത്ത ടെക്നിക്ക് ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ചുറ്റിക്കറിയാൻ കുറച്ച് പ്രദേശങ്ങളുണ്ടാവുമല്ലോ. കോഫി ഹൗസ്, ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടാവും, കുറച്ച് നേരം സംസാരിക്കാൻ പോയിട്ടുണ്ടാവാം. ആ ഏരിയയിലേക്ക് നിങ്ങൾ 6 മാസത്തേക്ക് പ്രവേശിക്കുകയേ അരുത് എന്നുള്ളതാണ്. മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുക ആ ഏരിയ.
കാരണം ആ ഏരിയ നിങ്ങൾക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ ഫോണിൽ നിന്നും അവരുടെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയണം. അവരുമായി ബന്ധപ്പെട്ട ഫോട്ടോസുകളുണ്ടാവും, ആ ഫോട്ടോസുകൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സ്പേസ് കൊടുക്കുക ഫോണിന് എന്നുള്ളതാണ്. കാരണം ഏതൊരു നശിച്ച ഓർമ്മകളും അനാവശ്യ ഫോട്ടോസും ഫോൺ നമ്പറുകളും നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതിന് തുല്യമാണ്. കാരണം ഒരു ഫോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രൈവസിയാണ്. ഒരു ഫോൺ പരിശോധിച്ചറിയാം അവരെങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത് പോലും, അല്ലേ? അപ്പോൾ ആ ഫോണിൽ നിന്ന് അത് കളയുമ്പോൾ ആ ഫോണിന് അവിടെ സ്പേസ് വരുന്ന പോലെ നമ്മുടെ മനസ്സിന് സ്പേസ് വരും. നമ്മളിലേക്ക് പുതിയ സാഹചര്യങ്ങൾ വരും, പുതിയ വ്യക്തികൾ വരും, പുതിയ ഫോൺ നമ്പറുകൾ നമുക്ക് കിട്ടും, പുതിയ റിലേഷൻഷിപ്പ് വരും, പുതിയ ബന്ധങ്ങൾ വരും. പഴയത് അവിടെ കിടന്നാൽ അതിന് സ്പേസ് കിട്ടില്ല, ഒന്നും വരില്ല. നിങ്ങളുടെ ഫോണിലും വരില്ല, നിങ്ങളുടെ മനസ്സിലും വരില്ല, സാഹചര്യങ്ങളിലും വരില്ല, ലൈഫിലും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ബന്ധത്തിൽ നിന്ന് എളുപ്പം ഊരിപ്പോരാൻ പറ്റും, എളുപ്പം നിങ്ങൾക്ക് കടന്നു പോരാൻ കഴിയും. ഇത് ഗ്യാരണ്ടിയാണ്, ഇത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. പലരിലും ഞാൻ പരീക്ഷിച്ച അഡ്വൈസ് കൊടുത്തിട്ടുള്ളൊരു അവർ സക്സസ് ആയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. അപ്പം നിങ്ങൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു റിലേഷൻഷിപ്പിൽ ചാടിയിട്ട്. അവരെ മറക്കാനും പറ്റുന്നില്ല, തിരിച്ചു പോകാനും പറ്റുന്നില്ല. നമ്മൾ പറയില്ലേ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കൂ. തീരുമാനം എടുത്തതിന് ശേഷം ഇനി ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ മാത്രം ഇത്രയും ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്